ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 362 മുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പർപ്പിൾ വിഷൻ എന്നുള്ള നമ്മുടെ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിലിപ്പോൾ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കാരണമാണ് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത്. അധികം വൈകാതെ തന്നെ ഉടനെ തന്നെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട്. അധ്യായം 415. സ്നേഹപൂർവ്വം അച്ചുവിൻ്റെ സ്വന്തം അച്ഛൻ. കയ്യിലിരുന്ന ഡോക്യുമെന്റിലേക്ക് സിദ്ധാർത്ഥ് മിഴികൾ ഉറപ്പിച്ചു നിന്നു. അത് വായിക്കും തോറും അവനിൽ അവിശ്വസനീയത നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവന്റെ കണ്ണുകൾ വിടർന്നു. സിദ്ധാർത്ഥിനെ ശ്രദ്ധിച്ചു നിൽക്കുന്ന നീലിമയ്ക്ക് അവന്റെ ഭാവമാറ്റത്തിൽ പരിഭ്രാന്തി തോന്നിയിരുന്നു. അവളുടെ ഹൃദയം ശക്തമായി തന്നെ മിടിക്കാൻ തുടങ്ങി. സിദ്ധു ഇങ്ങനെ ഞെട്ടാൻ മാത്രം ഈ ഡോക്യുമെന്റിൽ എന്താണുള്ളത്? നീലിമ ഭയത്തോടെ ചിന്തിച്ചു. ഡോക്യുമെന്റിനെയും സിദ്ധാർത്ഥിനെയും മാറി മാറി നോക്കി. എന്താ സിദ്ധു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നീലിമ ആകുലതയോടെ വിറച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ ശബ്ദം പോലും കേട്ടില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ ആ ഡോക്യുമെന്റിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അവൻ നീലിമയ്ക്ക് മറുപടിയൊന്നും നൽകിയില്ല. പകരം അതിലെ ഓരോ വാചകങ്ങളും അവൻ ആവർത്തിച്ചു വായിക്കുകയാണ്. നീലിമയിൽ അക്ഷമ നിറഞ്ഞു. അവന്റെ കയ്യിൽ നിന്നും ആ രേഖകൾ വാങ്ങി വായിക്കാൻ അവളും ആഗ്രഹിച്ചു. പക്ഷേ അതിലുള്ള ധൈര്യമൊന്നും തന്നെ നീലിമയ്ക്കുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തിനു ശേഷം സിദ്ധാർത്ഥ് നീട്ടി ശ്വാസമെടുക്കുന്നത് അവൾ കണ്ടു. എന്തോ സുപ്രധാന തീരുമാനമെടുക്കുന്നത് പോലെ തന്നെ അവൻ മുഖം മാറി. അവൻ ഡോക്യുമെന്റിൽ നിന്നും മുഖമുയർത്തി നീലിമയെ നോക്കി. നീലിമ, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ശരിയാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. അവൻ അത്രമാത്രം പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾ പറയാൻ അവൻ തന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ചതുപോലെ നീലിമക്ക് അനുഭവപ്പെട്ടു. സിദ്ധു, അവിടെയും ഇവിടെയും തൊടാതെ കാര്യങ്ങളൊന്നും പറയല്ലേ. എന്താ ശരിക്കും ഉണ്ടായേ? അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറ. ആ ഡോക്യുമെന്റിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ചുവിനുള്ള ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും കിട്ടിയോ? നീലിമ വെപ്രാളത്തോടെ ചോദിച്ചു. പക്ഷേ അവളോട് എന്തു പറയണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൻ അപ്പോൾ നിൽക്കുന്നത്. അത് മനസ്സിലാക്കിയതുപോലെ തന്നെ നീലിമ ആ ഡോക്യുമെന്റ് അവന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. നീലിമ രേഖ വായിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ കാത്തിരുന്നു. ഡോക്യുമെന്റ് വായിക്കാൻ തുടങ്ങിയതും നീലിമ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അവളുടെ ഹൃദയമിടിപ്പുണർന്നു. സിദ്ധാർത്ഥിനേക്കാൾ അവിശ്വസനീയതയും ഞെട്ടലും അവളുടെ മുഖത്ത് നിന്നു. 5 വർഷം മുൻപുള്ള ആ രാത്രിയിലേക്ക് അവൾ വീണ്ടും എത്തി. അതിലുണ്ടായിരുന്നത് അന്ന് ഹോട്ടലിൽ വെച്ച് നടന്ന കാര്യങ്ങൾ തന്നെയാണ്. നീലിമയുടെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. അവിടെ അന്നേ ദിവസം തന്നെ ചെക്കിങ് ചെയ്ത ആളുകളുടെ പേരും അതിനൊപ്പം തന്നെ അവിടെ നടന്ന ഫംഗ്ഷൻസിനെ കുറിച്ചും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയി അതിൽ എഴുതി വെച്ചിരുന്നു. പക്ഷേ അതിൽ 2 പേരുകൾ മാത്രം റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീലിമ, സിദ്ധാർത്ഥ്. ഇതെങ്ങനെ സംഭവിക്കും? അന്ന് ആ നശിച്ച ദിവസം സിദ്ധുവും ആ ഹോട്ടലുണ്ടായിരുന്നോ? അല്ല, ഈ ഡോക്യുമെന്റിൽ എന്തിനാ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്? അസുഖത്തിനുള്ള സൊല്യൂഷൻ ഇതിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് നീലിമ ആകെ അസ്വസ്ഥമായി. അവൾ പതുക്കെ ഇതിനുള്ളടക്കം വായിക്കാൻ സ്വയം നിർബന്ധിച്ചു. കാരണം അതിന്റെ കൂടെ അശ്വിന്റെ DNA ടെസ്റ്റ് റിസൾട്ട് കൂടി ഒപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ഭൈരവുമായിട്ടുള്ള മാച്ച് ടെസ്റ്റ് റിപ്പോർട്ടാണ്. എന്നാൽ രണ്ടാമത്തേത് നീലിമയെ ശരിക്കും അങ്ങ് അത്ഭുതപ്പെടുത്തി. കാരണം അത് സിദ്ധാർത്ഥുമായിട്ടുള്ള മാച്ചിങ് ടെസ്റ്റ് റിപ്പോർട്ടായിരുന്നു. റിപ്പോർട്ട് പോസിറ്റീവ് ആയിരുന്നു. അതെ, അതിനർത്ഥം അച്ചുവിന്റെ യഥാർത്ഥ പിതാവ് അത് സിദ്ധാർത്ഥ് തന്നെയാണ് എന്നല്ലേ? അവൾക്കത് വിശ്വസിക്കാൻ പോലും ആയില്ല. അവളുടെ കണ്ണുകൾ കണ്ണീര് കൊണ്ട് മൂടി തുടങ്ങി. എന്തൊക്കെയോ ചുറ്റും നടക്കുന്നുണ്ട്. സിദ്ധു എങ്ങനെ അച്ചുവിന്റെ അച്ഛനാകും? നീലിമയുടെ മനസ്സ് കലുഷിതമായി. നീലിമയുടെ ഈ ഒരു പ്രതികരണം സിദ്ധാർത്ഥ് പ്രതീക്ഷിച്ചിരുന്നു. ഈ ഡോക്യുമെന്റ് ആദ്യം വായിച്ചപ്പോൾ അവന്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നല്ലോ. ആദ്യം ആശ്ചര്യമാണ് തോന്നിയത്. പിന്നെ പതിയെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. അതെ, ഒടുവിൽ ആ കാര്യത്തിനും ഒരു തീരുമാനമായി. അച്ചു, അവൻ എന്റെ കുട്ടിയാണ്. അതുമാത്രം ആ 5 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ രാത്രിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ, അത് നീലിമ തന്നെയാണ്. ഇത്രയും കാലം അതിനെപ്പറ്റി ഓർത്ത് താൻ ഒരുപാട് കാലം വിഷമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് വന്നിരിക്കുന്നു. അവൻ എന്ത് ചെയ്യണമെന്ന് പോലും പറയണമെന്ന് പോലും അറിയാതെ തന്നെ നിന്നു. നീലിമക്കും സിദ്ധാർത്ഥിനുമിടയിൽ ഇപ്പോഴും ഒരു ഊഷ്മളമായ ബന്ധം നിലനിന്നിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇരുവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ വിധി കൂട്ടിയിളക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഇതുവരെ ഇല്ലാത്ത അത്രയധികം തണുപ്പ് നിറഞ്ഞു. സന്തോഷം കാരണം സിദ്ധാർത്ഥ് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നീലിമയാണെങ്കിൽ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും ആകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിലെ ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളുവാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുപോലെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കാനും അവൾ ആഗ്രഹിച്ചു. കാരണം അവളുടെ മനസ്സിൽ ഇപ്പോഴും സംശയങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. വല്ലാത്തൊരു അരാജകത്വം അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപ് സത്യത്തിൽ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അവൾക്ക് എന്നും അറിയില്ല.
കുറച്ച് നാളുകൾക്ക് ശേഷം തന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളർന്നു തുടങ്ങി. അന്നാണ് അവൾ അന്നത്തെ ആ രാത്രി സംഭവിച്ച കാര്യത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത്. ആ ദിവസം അനുഭവിച്ച അതേ മാനസിക സംഘർഷം നീലിമ ഇപ്പോഴും അനുഭവിച്ചു. അശ്വിന്റെ അച്ഛൻ സിദ്ധാർത്ഥാണ്. അതിനേക്കാൾ അപ്പുറം തന്റെ ഒപ്പം ആ രാത്രി ചെലവഴിച്ചതും അവൻ തന്നെയാണ്. അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ നീലിമയുടെ ശരീരത്തിലാകെ ഒരു വിറയൽ പടർന്നു. ഓർമ്മയിലില്ലാത്ത നിമിഷങ്ങൾ. പക്ഷേ അതിന്റെ അനന്തരഫലമാണ് അശ്വിൻ എന്ന കുട്ടി തന്നെ കളിപ്പിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് സങ്കടവും ദേഷ്യവും തോന്നി തുടങ്ങി. അത് കണ്ട് സിദ്ധാർത്ഥ് നീലിമയെ ചേർത്ത് പിടിച്ചു. പിന്നെ ആശ്വസിപ്പിച്ചു. ദേ, താൻ ഇങ്ങനെ സങ്കടപ്പെടാതെ നീലിമ. ദേ, ഈ ഡോക്യുമെന്റിൽ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ്. ഞാൻ തന്നെയാണ് അച്ചുവിന്റെ അച്ഛൻ. അതാണ് സത്യം. സിദ്ധാർത്ഥ് പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു. ഇതെല്ലാം എന്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത്. ഞാൻ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ അന്വേഷിക്കണമായിരുന്നു. എങ്കിൽ നീയും അശ്വിനും ഇത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ആദ്യം മുതൽക്കേ നമുക്ക് ശരിയാക്കാമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ അച്ഛന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട. അവന്റെ അസുഖം മാറാൻ ഇപ്പോൾ ഞാനുണ്ടല്ലോ, സിദ്ധാർത്ഥ് വിശദീകരിച്ചു. നീലിമ ഒരു വാക്കുപോലും പറയാതെ നിസ്സഹായതയോടുകൂടെ തന്നെ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു നിന്നു. പിന്നെ അവൾ അങ്ങ് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. 5 വർഷങ്ങൾക്ക് മുൻപ് അവൾ ഒരുപാടധികം വേദനിച്ചിട്ടുണ്ട്. അത് എത്രയാണെന്ന് ആർക്കും പറഞ്ഞാലറിയില്ല. അവളുടെ ആ ഒരു വേദനാജനകമായ ഭാവം കണ്ട് സിദ്ധാർത്ഥ് ഒരേ സമയം അസ്വസ്ഥതയും ആശ്വാസവും തോന്നി. വളരെ കാലമായി നഷ്ടപ്പെട്ട എന്തോ ഒന്ന് തിരിച്ചു കിട്ടിയതുപോലെ ഒരു അനുഭൂതിയായിരുന്നു അവന്. അപ്പോൾ അവൾ അവനെ കൂടുതൽ സംരക്ഷിച്ചു പൊതിഞ്ഞു പിടിക്കാൻ ആഗ്രഹിച്ചു. താൻ ഇങ്ങനെ കരയാതെടോ, എല്ലാ മോശ സമയവും അവസാനിച്ചു. നോക്ക്, നമ്മൾ ഒരു ഫാമിലിയാണ്. ഇനി ഒന്നും പേടിക്കാതെ നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കും. അച്ചു ഓക്കെ ആവും. ഞാൻ ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ അസുഖമെല്ലാം തന്നെ മാറ്റിയെടുക്കാം. ട്രസ്റ്റ് മീ, അവൻ പറഞ്ഞു. അച്ചുവിന്റെ കാര്യം കേട്ടപ്പോൾ നീലിമയുടെ മാനസികാവസ്ഥ ഒരല്പം അങ്ങ് മെച്ചപ്പെട്ടു. അവൾ അവനെ വിടാതെ തന്നെ മുഖമുയർത്തി നോക്കി. സിദ്ധു, ഇതെല്ലാം സത്യമാണല്ലേ? അവൾക്ക് ഇപ്പോഴും തന്നെ ഈ ഒരു കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വാക്കുകളിലെ അർത്ഥം സിദ്ധാർത്ഥിന് മനസ്സിലായി. അവൻ സ്നേഹത്തോടെയും ഗൗരവത്തോടെയും അവളുടെ തലയിൽ പതുക്കെ തഴുകി. ഇതൊക്കെ അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നീ വിഷമിക്കേണ്ട. ഇനി നിന്റെ ദേഹത്ത് ചെറിയൊരു മുറിവ് പോലും പറ്റാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. നിന്നെയും അച്ഛനെയും എപ്പോഴും ഞാൻ നല്ലതുപോലെ തന്നെ നോക്കും. നിങ്ങൾ എന്നും സന്തോഷമായിരിക്കണം, സിദ്ധാർത്ഥ് ആത്മാർത്ഥതയോടെ പറഞ്ഞു. ഒപ്പം മുമ്പുള്ളതിനേക്കാൾ ശ്രദ്ധയോടെയും സൗമ്യതയോടെയും അവൻ അവളോട് പെരുമാറി. അവൾ വീണ്ടും സിദ്ധാർത്ഥിനെ മുറുകെ പിടിച്ചു. വിഷമം കൊണ്ട് വീണ്ടും അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. 5 വർഷം മുൻപ് മുതൽ ഈ ഒരു നാൾ വരെ അനുഭവിച്ചതൊക്കെ തന്നെ അവളുടെ മനസ്സിനെ വീർപ്പ് മുട്ടിച്ചു. അശ്വിന്റെ പിതൃത്വത്തിന്റെ പേരിൽ അവൾ ഒരുപാടധികം കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞിനെ പോലും ആളുകൾ വെറുതെ വിട്ടിരുന്നില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ നീലിമയ്ക്ക് ശരിക്കും സങ്കടം സഹിക്കാനായില്ല. അവളുടെ വിഷമം സിദ്ധാർത്ഥിനെയും വേദനിപ്പിച്ചു. നീലിമയുടെ മനസ്സ് അവന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അവളുടെ മാനസികാവസ്ഥ എന്താണെന്നും അവൻ ഊഹിക്കാമായിരുന്നു. അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഡോക്യുമെന്റ് ഇപ്പോഴും ആ ഒരു ടേബിളിൽ തന്നെ കടന്നിരുന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കാണ്. പരസ്പരം ആശ്വാസവും സമാധാനവും പകരുകയാണ് അവര്. സിദ്ധാർത്ഥിന്റെ ഒപ്പം നീലിമയും പതിയെ മനസ്സുകൊണ്ട് തന്നെ സന്തോഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവളുടെ ശരീരത്തിന് നല്ല ക്ഷീണമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഈ നിമിഷം ശരീരം കൊണ്ട് ഒരു താങ്ങ് നൽകാൻ അവൻ ആഗ്രഹിച്ചു. നീലിമയെ കൊണ്ട് അവൻ സോഫയിലേക്ക് ഇരുന്നു. അവളാണെങ്കിൽ അവന്റെ നെഞ്ചിൽ ആശ്വാസം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇരുവരും ഒന്നും മിണ്ടിയില്ല. ആ നിശബ്ദതയിൽ നീലിമ അവൾ അറിയാതെ തന്നെ ഒന്ന് ഉറങ്ങിപ്പോയി. നേരം വൈകിയെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവളെ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു. പാർക്കിങ്ങിൽ അവന്റെ ആഡംബര കാർ കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പിൻ സീറ്റിലേക്ക് നീലിമയെ ശ്രദ്ധയോടെ കിടത്തി. അതിനുശേഷം അവളെ ഒന്ന് ചുംബിച്ചു. ഒന്ന് മുഖം ചുളിച്ചുവെങ്കിലും നീലിമ ശാന്തമായി തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവൾക്കൊപ്പം കാറിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ ആംഗ്യം കാണിച്ചു. അശ്വിൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവർ കാർ ഓടിച്ചു. സിദ്ധാർത്ഥിന്റെ മുഖം തികച്ചും ശാന്തമായിരുന്നു. അവന്റെ ചുണ്ടുകളിൽ സംതൃപ്തി നിറഞ്ഞ ഒരു ചിരി തങ്ങി നിന്നിരുന്നു. അവന്റെ മനസ്സിലേക്ക് അശ്വിന്റെ മുഖം കടന്നു വന്നു. എന്റെ മകൻ, ഒരു പിതാവിന്റെ ഏറ്റവും അമൂല്യമായ വികാരമായിരുന്നു അത്. അവൻ വീണ്ടും സുഖമായി ഉറങ്ങുന്ന നീലിമയെ നോക്കി. കുളിരണിയിപ്പിക്കുന്ന ചിന്തകളും ഓർമ്മകളും അവനെ ആ നിമിഷം വലയം ചെയ്തിരുന്നു. ഒരുമിച്ച് പങ്കുവെച്ച ഓരോ നിമിഷങ്ങളും അവൻ വീണ്ടും വീണ്ടും ഓർത്തെടുത്തു. അധികം വൈകാതെ തന്നെ കാർ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ ചിന്തകൾ യാഥാർത്ഥ്യത്തിലെത്തിയത്. അവൻ വീണ്ടും നീലിമയെ കൈകളിലെടുത്തു. എന്നിട്ട് മുന്നോട്ട് നടന്നു. നീലിമയുടെ ശരീരം നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഭാരം പോലും കുറഞ്ഞു പോയിരുന്നു. അവന് ആ കാര്യത്തിൽ നല്ലതുപോലെ വിഷമം തോന്നി. അവളുടെ ആരോഗ്യവും വയറ്റിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യവും നല്ല രീതിയിലാണോ എന്ന് അവൻ ആശങ്കപ്പെട്ടു. നീലിമയ്ക്ക് എപ്പോഴും മികച്ചത് നൽകാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. നീലിമയെ കൈകളിൽ എടുത്തുവരുന്ന സിദ്ധാർത്ഥിനെ പലരും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അവരുടെ നോട്ടമെല്ലാം അവഗണിച്ച് അവളെയും കൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. പ്രശസ്തനായ സിദ്ധാർത്ഥ് വിശ്വയെ പലരും തിരിച്ചറിഞ്ഞിരുന്നു.
അതുപോലെ കഴിഞ്ഞ ദിവസം ഭൈരവ് പരസ്യപ്പെടുത്ത ആ ഒരു വാർത്തകളും പലരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഭാവനകൾ കാടുകയറി. സിദ്ധാർത്ഥിന്റെയും നീലിമയുടെയും ഫാമിലിയെക്കുറിച്ച് പലതരത്തിലുള്ള ഗോസിപ്പുകളൊക്കെ ആൾക്കാർ ഇറക്കുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥിന് മുന്നിൽ നേരിട്ട് പ്രകടിപ്പിക്കാൻ അവർക്ക് ഭയമാണ്. സിദ്ധാർത്ഥ് നീലിമയെ കൊണ്ടുപോയതോടുകൂടെ അവിടെ നിന്നിരുന്ന നഴ്സുമാരെല്ലാം കുശുകുശുപ്പ് തുടങ്ങി. നിനക്ക് ആളെ മനസ്സിലായോ? CEO ആണ് അദ്ദേഹം, സിദ്ധാർത്ഥ് വിശ്വ. എന്റെ ദൈവമേ, ആ ആളത് എന്ത് സുന്ദരനാണല്ലേ! ഒരു നിമിഷത്തേക്ക് ശ്വാസം അങ്ങ് നിലച്ചുപോയി. നഴ്സ് അടുത്ത് നിൽക്കുന്ന മറ്റൊരു നഴ്സിനോട് പറഞ്ഞു, ശ്വാസം നിലക്കേയുള്ളൂ. നീ അങ്ങേരുടെ കയ്യിലെ പെണ്ണിനെ കണ്ടില്ലേ? അത് സിദ്ധാർത്ഥ് സാറിന്റെ വൈഫാണ്. അങ്ങേർക്ക് ഭാര്യ എന്ന് വെച്ച ജീവനാണ്. പണത്തേക്കാൾ കൂടുതൽ അയാൾക്ക് അവരെ ഒരുപാടധികം ഇഷ്ടമാണ്. കേട്ടു നിൽക്കുന്നവർ പോലും മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ ആദ്യം സംസാരിച്ച നഴ്സിന്റെ കണ്ണിൽ അസൂയ നിറഞ്ഞു. എനിക്കറിയാം, പക്ഷേ ആ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതൊന്നുമല്ല. സിദ്ധാർത്ഥ സാറിന്റെ ഫാമിലിയുമായിട്ട് അവൾ ഒട്ടും ചേരില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ വിവാഹം കഴിച്ച സമയത്ത് തന്നെ ആ സ്ത്രീക്ക് ഒരു ആൺകുട്ടിയുണ്ട്. അതിന്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. കാണാനുള്ള ഭംഗിയെ ആ പെണ്ണിനുള്ളൂ. ഈ സിദ്ധാർത്ഥ സർ എന്ത് കണ്ടിട്ടാണ് അവളെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്ന് ആർക്കറിയാം? ആനയും അമ്പാനിയും പോലെയുണ്ട് എന്ന് അവർ അനിഷ്ടത്തോടു കൂടെ തന്നെ മറുപടി നൽകി. അവർ ആവേശത്തോടു കൂടി നീലിമയുടെ കുറ്റം പറയുകയാണ്. നഴ്സുമാരുടെ മുഖത്ത് പെട്ടെന്ന് വിചിത്രമായൊരു വികാരം നിറഞ്ഞു. അവരുടെ നട്ടലിലൂടെ വല്ലാത്തൊരു തരം തണുപ്പ് അടിച്ചു കയറി. കാരണം അവർക്ക് മുൻപിലായി സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജർ പ്രദീപും അവരെ ഇരുവരെയും അവിടെ കണ്ടു. നഴ്സുമാർ ശരിക്കും അങ്ങ് ഭയന്നു വിറച്ചു. അവർ സംസാരിച്ചത് സിദ്ധാർത്ഥ് കേട്ട് കാണുമോ എന്ന കാര്യത്തിൽ അവർക്ക് ആകെ ആശങ്ക തോന്നി. അവർ പരിഭ്രമത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ അവരെ തീർത്തും അവഗണിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് നോക്കി. അവൻ മാനേജറെ നോക്കി ചോദിച്ചു, ഇതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഹോസ്പിറ്റലല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ ജീവനക്കാരുടെ ക്വാളിറ്റിയും ക്യാരക്ടറും അതുപോലെ തന്നെ നന്നായിരിക്കേണ്ടേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മിസ്റ്റർ? സിദ്ധാർത്ഥ് ഗൗരവത്തിൽ ചോദിച്ചു. അവന്റെ സ്വരം ശാന്തമാണ്. പക്ഷേ അവന്റെ വാക്കുകളിലെ അധികാരവും ദേഷ്യവും മാനേജർക്ക് മനസ്സിലായി. തീർച്ചയായും സർ, ഈ നഴ്സുമാർ ചെയ്തത് തെറ്റാണ്. ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ പറഞ്ഞുവെങ്കിലും സിദ്ധാർത്ഥിന്റെ മുഖത്ത് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലേ? ശരി, ഇവിടുത്തെ സ്റ്റാഫുകളെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. തന്റെ മുന്നിൽ നിൽക്കുന്ന നഴ്സുമാരെ രൂക്ഷമായി ഒന്ന് നോക്കി. അവർക്ക് ശരിക്കും പേടി തോന്നിയിരുന്നു. ഇവിടുത്തെ ജോലി നഷ്ടമായ പിന്നെ അവർക്ക് വേറെ എവിടെയും ജോലി കിട്ടില്ല എന്ന കാര്യം അവർക്ക് നന്നായിട്ടറിയാം. സോറി സർ, ഇത് എന്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഒരിക്കലും മാഡത്തെ പറ്റിയിട്ട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു. സോറി സർ, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല. നഴ്സിൽ ഒരാൾ സിദ്ധാർത്ഥിനോട് ദയ യാചിച്ചു. പക്ഷേ സിദ്ധാർത്ഥ് മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല. പകരം അവരെ വെറുതെ വിട്ടു. അവൻ അത്ര ക്രൂരനായൊരു മനുഷ്യനൊന്നുമല്ല. പക്ഷേ നീലിമയെപ്പറ്റി ആരെന്ത് മോശമായി പറഞ്ഞാലും അവനത് അംഗീകരിച്ചു കൊടുക്കില്ല. അവളെ കുറ്റപ്പെടുത്തുന്നത് അവന് സഹിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. സിദ്ധാർത്ഥ മാനേജറെ ഒന്ന് നോക്കിയതിനു ശേഷം തിരികെ റൂമിലേക്ക് പോയി. പക്ഷേ നഴ്സുമാർക്ക് അവരുടെ തെറ്റിനുള്ള ശിക്ഷ കൊടുക്കാനും മാനേജർ തീരുമാനിച്ചിരുന്നു. ഇനി ഇങ്ങനെയൊന്നും ആരും ആവർത്തിക്കരുത് എന്ന് അയാൾ കരുതി. അതുകൊണ്ട് തന്നെ ഓഫീസ് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും അയാൾ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് എപ്പിസോഡ് നാളെ ഇതേ ചാനലിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പേർപ്പിൾ വിഷൻ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുടർച്ചയായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.